ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ കാർത്തിക അവളുടെ അമ്മയുടെ അടുത്ത്, അതായത് ലക്ഷ്മിയുടെ അടുത്ത് പറയാണ്, ഇവിടെ വന്ന് രണ്ടാമത് വിവാഹം കഴിച്ചതിന് ശേഷം അയാളുടെ സ്വഭാവത്തിന് മാറ്റമുണ്ടെങ്കിൽ സഹിക്കാമായിരുന്നു. ഇത് അതുമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒരു കോംപ്രമൈസിൻ്റെയും ആവശ്യമില്ല. അമ്മ സഞ്ചരിക്കുന്ന റൂട്ട് തന്നെയാണ് ശരി. എന്തായാലും കാത്തിരിക്കുന്നവരെ ഞാൻ അധികം മുഷിപ്പിക്കുന്നില്ല. ഞാൻ പോയിട്ട് വരാം അമ്മേ. ശരി മോളെ. ഇവിടെ കല്യാണിയുടെ ചിത്രം വരയ്ക്കൽ പരിപാടി തുടങ്ങിയിട്ടാണുള്ളത്. അപ്പോൾ അവിടത്തേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. 5, 4, 3, 2, 1 അങ്ങനെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട്. കല്യാണി ഒന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് തുടങ്ങുകയാണ്. എല്ലാവരും കൂടിയിരിക്കുന്ന എല്ലാവരും മത്സരിച്ച് വരയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടാണുള്ളത്. ഓരോരുത്തർ വീടുകളിലും ഓരോരുത്തരും കാണാൻ വേണ്ടി ടി വിക്ക് മുമ്പിൽ ഇരുന്നിട്ടാണുള്ളത്. ഇവിടെ ഷാരിയും സരിയും രാഹുലും ഒക്കെ ഇരുന്നിട്ടുണ്ട്. സരയു ചോദിക്കാണ്, അമ്മ ഇത് കാണുന്നുണ്ടോ? അപ്പോൾ രാഹുൽ, അവളേതോ ലോകത്താ, ഇവളെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇടുന്നത് നല്ലത്. അപ്പോൾ ഷാരി പറയാണ്, തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും, മിണ്ടാതിരുന്നോണം അവിടെ. ഓണം ഉണ്ടെന്ന സമയത്ത് പോലും വഴക്കായിരുന്നു. എന്താ അച്ഛനും അമ്മയും ഇങ്ങനെ? നല്ലൊരു മരുമോനെയാണ് കിട്ടിയത്, എന്നിട്ട് ആ മരുമോനെ പോലും ഓടിച്ചു വിടുന്ന പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത്. സരയു ടി വി നോക്കിയിട്ട് പറയാണ്, ഇവള് തോറ്റാൽ മതിയായിരുന്നു, ഇതും കൂടി ജയിച്ചു കഴിഞ്ഞാൽ അയലത്തെ വീട്ടിൽ പിന്നെ ആഘോഷമായിരിക്കും. എല്ലാവരും രൂപയുടെ വീട്ടിലാണ്, അതുകൊണ്ടാണ് ഓണായിട്ടും ഞാൻ അങ്ങോട്ട് പോകാതിരുന്നത്. സരയു പറയാം, ആൻറ്റി ചിരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ കഴുത്തറക്കുക. അപ്പോൾ രാഹുൽ പറയാണ്, അവൾ എൻ്റെ പെങ്ങളാ, അവൾക്ക് ചതിയും വഞ്ചനയും ഒന്നും അറിയില്ല, അവൾ അങ്ങനെ ചെയ്യത്തുമില്ല, നീയൊക്കെയാണ് നന്ദിയില്ലാത്തത്. അപ്പം ഷാരി പറയാണ്, എല്ലാവരും നന്ദിയുള്ളവരാ, നന്ദി കെട്ട ഒരു ജീവി മാത്രമേ ഈ ലോകത്തുള്ളൂ, ആ ജീവിയാ എൻ്റെ കുടുംബജീവിതം തകർത്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് കിട്ടിയ നേട്ടങ്ങൾ കണ്ട് കണ്ണ് തള്ളിയിരിക്കുക ഇവിടെ ഒരുത്തി, അതിൻ്റെ കൂടെ എന്നെ നിങ്ങളിങ്ങനെ വട്ടാക്കല്ലേ. സരി പറയാ, തലയ്ക്ക് സുഖമില്ലാത്ത 2 പേരുടെ കൂടെയാണ് എൻ്റെ ജീവിതം ഇപ്പോൾ. ദേ ഇങ്ങനെയാണെങ്കിൽ അമ്മയെ ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോൾ കൂടെ കൂട്ടത്തില്ല. അതേ, എന്നെ കൂടെ കൂട്ടണ്ട കേട്ടാ, ഞാനിവിടെ എങ്ങാനും കഴിഞ്ഞോളാം. രാഹുൽ പറയാ, മോള് പോകുമ്പോൾ ദേ ഇവിടെയും കൂടെ അങ്ങ് ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോയിക്കോ. അപ്പോൾ ഷാരി പറയാണ്, അത് എന്താന്ന് വെച്ചാൽ എൻ്റെ മരുമോൻ ചെയ്തോളൂ, നിങ്ങളവിടെ മിണ്ടാതിരിക്കേ. ഓണം കൊണ്ടിട്ട് മരുമോൻ എത്രയും പെട്ടെന്ന് അങ്ങ് പോയതാ, ഇനി അവന് അടുത്ത കല്യാണം ഉണ്ടോ എന്തോ. അത് കേട്ട് സരയുവിന് ദേഷ്യം വന്നു. സരയു പറയാണ്, എഴുന്നേറ്റ് പോ, എഴുന്നേൽക്കാൻ, എഴുന്നേറ്റ് പോ. അത് കേട്ടതും രാഹുൽ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ഇയാളുടെ സ്വഭാവം എന്താണെന്നൊക്കെ എനിക്കറിയാൻ കേട്ടോ ഷാരി. ആ സ്വഭാവം മരുമോനുണ്ടെന്ന് കരുതണ്ട. മനുഷ്യനായ നാണം വേണം, നാണം. എല്ലാവരും വരച്ചുകൊണ്ടിരിക്കുന്നത് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ കാദംബരി വന്നിട്ട് ചോദിക്കുകയാണ്, എന്തായി? അപ്പോൾ രൂപ, മത്സരം നടക്കുക മോളെ, മോൾക്ക് വലിയ പതർച്ചയൊന്നുമില്ല അല്ലേ? ഏയ്. അപ്പോൾ കിരൺ പറയാണ്, അല്ലെങ്കിലും കാര്യത്തോടെടുക്കുമ്പോൾ അവളുടെ മേത്ത് ഒരു ബാധ കയറും, പിന്നെ അറിയാതെ അവൾ കാര്യങ്ങൾ ചെയ്തോളും. അതെ അതെ അതെ. കൂടി നിൽക്കുന്നവരൊക്കെ പറയാണ്, എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതിയായിരുന്നു, അത്രയ്ക്ക് മനുഷ്യപ്പറ്റുള്ള മോളാ കല്യാണി മോള്, ഇതുപോലുള്ള മോളെ പ്രസവിച്ചത് നിങ്ങൾ, അത് ഭാഗ്യമുള്ള അമ്മയാ. അപ്പം സേനനും പറയാണ്, അത് ശരിയാ. ഈ സമയത്ത് രാഹുലിൻ്റെ വീട്ടിലും കല്യാണിയെ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലായിരിക്കും എല്ലാവരും. അവർ പ്രാർത്ഥിക്കുന്നത് നല്ലതാ, എന്ത് പ്രാർത്ഥിച്ചാലും അതിനെതിരായിട്ടേ കാര്യങ്ങൾ നടക്കൂ അല്ലേ? അങ്ങനെ അവരുടെ ദൈവവിശ്വാസം പോലും ഇല്ലാതാവും. ഈ സമയത്ത് കാർത്തിക പൂജാമുറിയിൽ പോയിട്ട് ആരതിയൊക്കെ ഒഴിഞ്ഞ് നല്ല നിലയിൽ ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, അതായത് കല്യാണിയുടെ ജയത്തിന് വേണ്ടിയിട്ട്. കാർത്തിക പറയാണ്, അമ്മേ മഹാമായ ദേവി, എൻ്റെ അനിയത്തി പടം വരയ്ക്കുമ്പോൾ അവളുടെ കൈകൾക്ക് ശക്തി നൽകണേ, അവൾ വിജയശ്രീ ലളിതയായി നിൽക്കുന്നത് എനിക്ക് കാണാൻ കഴിയണേ, ചിരിച്ച മുഖവുമായിട്ട് അവൾക്ക് തിരിച്ചു വരാൻ കഴിയണേ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മമ്മ വന്നത്. എൻ്റെ അമ്മമ്മ കാർത്തികയോട് ചോദിക്കുകയാണ്, മോളെന്താ ഇന്ന് പതിവില്ലാതെ പൂജാമുറിയിലൊക്കെ കയറിയത്? നേരത്തെ രാവിലെയും വൈകുന്നേരമാണല്ലോ പൂജാമുറിയിൽ കയറാറ് മോള് പതിവ്, ഇന്നെന്തോ കൂടുതൽ സമയം പ്രാർത്ഥിക്കണമെന്ന് തോന്നി മുത്തശ്ശി. ഇന്നല്ലേ കല്യാണി മത്സരത്തിൽ പങ്കെടുക്കുന്നത്, അവൾ തോൽക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അമ്പലത്തിൽ അങ്ങനെ ഇങ്ങനെയൊന്നും പോകാത്ത പ്രകാശനെ അവൾ തോൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുക അമ്പലത്തിൽ. അമ്മൂമ്മയും പറയാണ്, അല്ല ശയന പ്രദക്ഷിണം നടത്തുമെന്ന് പറയുന്നത് കേട്ടു, വിക്രമം അങ്ങനെ തന്നെ. മുത്തശ്ശി, നമ്മളെല്ലാവരും ഇങ്ങനെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്തെ അവൾ പെയിൻ്റ് അടിക്കാൻ എടുക്കുമ്പോഴേ കൈ വറക്കും, ആ സമയത്ത് അവളുടെ കൈ കുഴയുന്നത് മോള് നോക്കിക്കോ, അല്ലെങ്കിൽ അവൾ വരയ്ക്കുന്നതൊക്കെ മറന്നു പോകും.
അല്ലെങ്കിൽ തന്നെ എന്തോന്നാ അവൾ വരയ്ക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിയൊരു വലിയ. എന്നിട്ട് പറയും ആകാശമാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്നൊക്കെ. എൻ്റെ പൊന്നെ, ഇതിനൊക്കെ എങ്ങനെ അവാർഡ് കിട്ടുന്നോ എന്തോ. അല്ല, വിക്രം പ്രകാശനൊക്കെ പറയുന്നതാ സത്യം. അവളുടെ അമ്മായിയച്ഛനെ അമേരിക്കക്കാരനാ. അയ്യോ, അയാൾക്കാണെങ്കിൽ ഇട്ട് മൂടാനുള്ള പണവും ഉണ്ട്. അവൻ അങ്ങനെയാ സായിപ്പന്മാരെയൊക്കെ സ്വാധീനിക്കുന്നതാ. പക്ഷേ ഇന്നത്തെ മത്സരത്തിന് അത് നടക്കാൻ പോകുന്നില്ല. അല്ല മോളെ, മോക്കും ഉണ്ടല്ലോ സ്വാധീനമൊക്കെ. ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ. അത് പറ്റില്ല മുത്തശ്ശി, ഇതങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട് കിട്ടുന്ന അവാർഡല്ല. ആണോ? ആ, എന്നാൽ പിന്നെ അവൾക്ക് കിട്ടത്തേ ഇല്ല, അത് ഉറപ്പാ. വീണ്ടും മുത്തശ്ശി പറയാണ്, ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. മുത്തശ്ശി പിന്നെ പൂജാമുറിയിൽ കയറിയിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇതൊക്കെ കേട്ട് കാർത്തിക പുറത്തുനിന്ന് പറയാണ്, നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കുവടി കിളവി. ഇവിടെ ഓരോരുത്തരും പടം വരച്ചു കഴിഞ്ഞു. കാദംബരി ഫോട്ടോ കണ്ടിട്ട് പറയാണ്, അവളെ തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത് അല്ലേ അമ്മേ? അതെ, തൊഴുത്തിൽ കിടന്ന മോളുടെ ചിത്രം തന്നെയാണ് അത്. അരികിൽ ചാട്ടവാറമായിട്ട് നിൽക്കുന്നത് പ്രകാശനാ. ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷനിലും അവളുടെ ജീവിതം തന്നെയാണ് വരച്ച് കാട്ടിയത് കല്യാണി. അപ്പോഴാണ് ക്രിസ്റ്റീന കിരണിനെ വിളിക്കുന്നത്. അപ്പോൾ കിരൺ പറയാണ്, ക്രിസ്റ്റീന, സാറേ, ഞാൻ സാറിൻ്റെ വൈഫിൻ്റെ ചിത്രം വരക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുക. പെയിൻറ്റിങ് പൂർത്തിയായല്ലോ. ക്രിസ്റ്റീന ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. അവളുടെ കർമ്മം ചെയ്തു കഴിഞ്ഞു. ഇനി അവളുടെ കഴിവിനൊപ്പം പ്രാർത്ഥനയാണ് കൂടെ നിൽക്കേണ്ടത്. അപ്പോൾ ക്രിസ്റ്റീന പറയാണ്, ഇത്തവണ കല്യാണി തന്നെ വിജയിക്കും സാർ. ശരി ക്രിസ്റ്റീന. ഓണമായിട്ട് ഇവിടെ വരാമായിരുന്നു, ഓണസദ്യ ഇവിടെ നിന്നാകാമായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു സാർ, അതുകൊണ്ടാ. എന്നാലും ഞാൻ ഇടയ്ക്ക് അങ്ങോട്ട് ഇറങ്ങിക്കോളാം. ശരി. അത് പുതിയ സ്റ്റാഫാ, പിന്നെ ആൾ കുറച്ച് മോഡേൺ ആണെങ്കിലും നല്ലൊരു സ്റ്റാഫാണെന്നാണ് തോന്നുന്നത്. കുറച്ച് ഓവർ സ്മാർട്ടാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അച്ഛൻ പറയാണ്, അതായത് കിരണിൻ്റെ അച്ഛൻ പറയാണ്, ഇത്തരം സാഹചര്യത്തിൽ കുറച്ചൊക്കെ ഓവർ സ്മാർട്ടൊക്കെ വേണം. നല്ല ക്വാളിഫിക്കേഷനാണ്, അതിനൊത്ത എക്സ്പീരിയൻസും ഉണ്ട്. കാർത്തികയുടെ കെയർ ഓഫിൽ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി നമ്മളെ വെല്ലുവിളിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അവിടെ കഴിവ് തെളിയിച്ച സ്റ്റാഫുകൾ കൂടെയുള്ളത് നല്ലതാ. അവർ വലിയ കോമ്പറ്റീഷൻ തരുമെന്നൊന്നും വിചാരിക്കണ്ട മോനെ. കിരണിനോട് പറയാണ് സേനൻ. വിക്രമും പ്രകാശനും അല്ലേ ഉള്ളത് ആ കമ്പനിയിൽ. അവരാ കമ്പനി മുളയിലേ നുള്ളിക്കോളും. കിരൺ പറയണപ്പോൾ അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. കാർത്തിക എന്ന പെൺകുട്ടിയെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. അവൾ ബിസിനസ് ചെയ്ത് തഴക്കവും വഴക്കവും വന്നവളാ. കാർത്തിക ഫുഡ്സ് അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യ മുഴുവൻ പിടിച്ചടക്കിയത്. എന്തു തന്നെ പിടിച്ചടക്കിയെന്ന് പറഞ്ഞാലും കല്യാണിയുടെ ചിത്രത്തിലിതേ ചാട്ടവാറും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അയാളും അയാളുടെ മോനുമല്ലേ അവളുടെ കൂടെയുള്ളത്. അതെന്തായാലും അവരുടെ ജീവിതത്തിലൊരു കറുത്ത പാട് തന്നെയായിരിക്കും. കല്യാണിയുടെ അമ്മയും പറയാണ്, അതെ. എന്നാലും ഈ നേരത്ത് അച്ഛനും മോനും ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായല്ലോ. കാദംബരി, എന്തോ വലിയ ആപത്ത് അവരെ കാത്തിരിക്കുക, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടായത്. അത് പറയുന്നത് സോണിയാണ്. സ്വാതിയും ശരണിയും അച്ഛനെയും മോനെയും പറ്റിച്ചതുപോലെ കാർത്തികയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ചതി ദൈവം കാത്തു വെച്ചിട്ടുണ്ടാവും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്, സോണി പറയാം. പിന്നെ ഇതാ ഷാരിയെയും സരയുവിനെയുമാണ് കാണിക്കുന്നത്. സരയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പോൾ ഷാരി പറയാണ്, നീ ഇങ്ങനെ കിടന്ന് ടെൻഷനാവല്ല മോളെ. അവൾ ജയിക്കുക തോക്കുക എന്താണെന്ന് വെച്ചാവട്ടെ, ജയം എന്നൊരു വാക്ക് പറയരുത്. അവൾ തോറ്റ് വിളറിയ മുഖവുമായിട്ടായിരിക്കണം മടങ്ങി വരേണ്ടത്. മോളെ, ഉള്ളത് പറയാലോ, അവൾ നമ്മൾ കരുതുന്നത് പോലത്തെ ഒരു പെങ്കൊച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ പെട്ടെന്ന് സരയു പറയാണ്, കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ടല്ലോ. എന്തിനെയൊക്കെയോ അമ്മ ഭയക്കുന്നുണ്ടല്ലോ. അപ്പോഴാണ് രാഹുലും അവിടേക്ക് വന്നത്. രാഹുലിനെ കണ്ടതും സരയു പറയാണ്, അടുത്ത വട്ടനെത്തി. അപ്പോൾ രാഹുൽ പറയാണ്, പയ്യെ പറയണ്ട, വശത്ത് തന്നെ അങ്ങ് പറഞ്ഞോ. ഷാരിയോട് രാഹുൽ പറയാണ്, എന്നെ ആ SI വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചത്? ഒരുത്തി ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുകയല്ലേ, ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ട്. അവളെക്കുറിച്ച് ചോദിക്കാനാണ് വിളിച്ചത്. ചന്ദ്രസേനനും അവൻ്റെ മോനും ഒക്കെ ആയിരിക്കും എൻ്റെ പേര് പറഞ്ഞു കൊടുത്തത്. ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യമാണ്. എങ്കിലും എൻ്റെ മോള്
എൻ്റെ മോളാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നത് കൊണ്ട് നമുക്കൊക്കെ അവളുടെ ശത്രുതയുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ അവളുടെ തലക്കടിച്ച് എന്നായിരിക്കും പോലീസിൻ്റെ ധാരണ. നിങ്ങളോട് ഒറ്റയ്ക്ക് ചെല്ലാനാണോ പറഞ്ഞിരിക്കുന്നത്? അതെ. നീ എന്താ കൂടെ വരുന്നുണ്ടോ? ഞാനെന്തിനാ വരുന്നത്? അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നിങ്ങളായിരിക്കും. രാഹുൽ ഒന്ന് ഞെട്ടി എന്നിട്ട് പറയാണ്, ദേ വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. അല്ല, ഇനിയിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും ശരിയാവണേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. സരയു പറയാ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം പോയി ജയിലിൽ കിടക്കുമല്ലോ. ബാക്കിയുള്ളവർക്കിവിടെ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ. സ്വന്തം അച്ഛൻ ഭ്രാന്താശുപത്രിയിലും ജയിലിലും ഒക്കെ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മോള്. അല്ലെങ്കിലും ഈ ഉള്ള വീടിപ്പോൾ ജയിലാണ് ഞങ്ങൾക്കൊക്കെ. കണ്ടോ ഒരുത്തി ഡൽഹിയിൽ പോയി സന്തോഷിക്കുന്നേ? അതവൾ കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്ന ഭാഗ്യാടി. നിനക്കതിനുള്ള അവസരം ഉണ്ടായിരുന്നു, അവനെ അടക്കി പിടിക്കാനുള്ള അവസരം. അത് നീ തൊലച്ചു കളഞ്ഞു. ദേ മിണ്ടരുത്, നിങ്ങൾ മിണ്ടിപ്പോകരുത്. അപ്പോൾ ഷാരിയും പറയാണ്, പോ, എങ്ങോട്ടെങ്കിലും പോ, ഈ വീടിൻ്റെ ദുരന്തം നിങ്ങളാ. അപ്പോൾ രാഹുൽ പറയാണ്, ഇതെപ്പോഴും പറയണം. സരയു പറയാ, ഒരുത്തിക്ക് പ്രൈസ് കിട്ടുമെന്നുള്ള ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് ഓരോരോ പ്രശ്നങ്ങളുമായിട്ട് അങ്ങേര് വന്നിരിക്കുന്നത്. അങ്ങേർക്കിപ്പോൾ ഞാനും കിരണും തമ്മിൽ ഒന്നിക്കണം. എൻ്റെ മനുവേട്ടനെ ഞാൻ ചവിട്ടി പുറത്താക്കണം. അങ്ങനെയുള്ളൊരച്ഛനെ ഏതെങ്കിലും മകൾ സ്നേഹിക്കുമോ അമ്മേ? വല്ലാത്തൊരു ജന്മമാണ് മോളെ ആ പോയ നിൻ്റെ അച്ഛൻ്റേത്. അങ്ങേരെ പോലെ പാവം ചെയ്തൊരച്ഛൻ ഈ ലോകത്ത് വേറെ കാണില്ല. ഷാരി സരയുവിനോട് പറയാ. അപ്പോൾ സരയു ചോദിക്കുന്നു, ഇതമ്മ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, എന്താ അമ്മേ, എന്താ കാര്യം? ഓ, ഒന്നുമില്ല മോളെ, അവർ വീണെടുത്തുനിന്ന് ഉരുളുക. ഷാരി അപ്പം മനസ്സിൽ ചിന്തിക്കുകയാണ്. അതായത് താരയെ ഇടങ്ങാറാക്കിയതും വീഴ്ത്തിയതും താരയുടെ തലക്കടിച്ചതും ഒക്കെ ഓർക്കുകയാണ്. അതൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് പറയാണ്, ഞാനിനി അകത്ത് പോവോ എന്തോ. പിന്നെ കാണിക്കുന്നത് കാർത്തികയാണ്. പ്രകാശനും അമ്മുമ്മയും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പ്രകാശൻ പറയാണ് കാർത്തികയോട്, അമ്മ പ്രാർത്ഥനയാ അവൾ തോൽക്കാൻ വേണ്ടിയിട്ട്. കല്യാണിക്ക് സമ്മാനം കിട്ടിക്കഴിയുമ്പോൾ കിളവി അറിയും. കാർത്തിക മനസ്സിൽ ചിന്തിക്കുക, അവരുടെ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയൊന്നുമില്ലാന്ന്. ഇനി അവൾ മുകളിലോട്ട് പോകാൻ പാടില്ല മോളെ, ഇത്രയൊക്കെ മതി. ഞങ്ങളുടെ കൂടെ താമസിച്ചപ്പോഴേ തൊഴുത്തി കിടന്നവളാ. തൊഴുത്തിലോ? അപ്പോൾ പ്രകാശൻ ചോദിക്കാണ്, എന്തോന്നമ്മ ഈ പറയുന്നത്? നമ്മളല്ലേ തൊഴുത്തിൽ കിടന്നിട്ടുള്ളത്? അവൾക്ക് നല്ല കിടക്കയും കനമുള്ള ഷീറ്റും ഒക്കെ അല്ലേ വിരിച്ചു കൊടുത്തിട്ടുള്ളത്? ആ അതെ. എൻ്റെ മോളെ, അമ്മ പറഞ്ഞത് എന്തോന്ന് വെച്ചാൽ ഇവക്ക് പശുവിനെ വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ല അമ്മേ, പശുവും പാൽ കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് എവിടെയോ മാർക്കറ്റിലൊക്കെ പോയിട്ട് 2 പശുക്കളെ വാങ്ങിച്ചിട്ട് തൊഴുത്തിൽ കൊണ്ടുപോയി ഇട്ടു. ഒരു ദിവസം നോക്കുമ്പോൾ ഇവക്ക് തൊഴുത്ത് കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ 1-2 തവണ അവൾ തൊഴുത്തി കിടന്നിട്ടുണ്ട്. അല്ല അമ്മേ, അതല്ലേ വിഷയം, അതാണ്. അല്ല മോളെ, സത്യം പറയട്ടെ, പറയാൻ കൊള്ളില്ല വെളിയിൽ, എന്നാലും എൻ്റെ അമ്മ ശരിക്കും അന്നും കഞ്ഞിൻ്റെ വെള്ളവും കഞ്ഞിയും മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്നാൽ എൻ്റെ 2 മറ്റ് പെൺമക്കൾക്ക് ചോറ്, മീൻകറി, ചില ദിവസങ്ങളിൽ ചിക്കനും. അല്ലേ അല്ലമ്മേ? ചിക്കൻ. എന്താ ചെയ്യുക? എന്നിട്ട് അവസാനം എൻ്റെ ഈ 2 പെൺമക്കളും എന്നെ ഈ ചിക്കൻ വെട്ടി മുറിക്കുന്നത് പോലെ മുറിച്ചു കളഞ്ഞു. എന്നെ ഉപേക്ഷിച്ചു. കാർത്തിക മനസ്സിൽ ദേഷ്യം വെച്ചുകൊണ്ട് പറയാണ്, ഇനിയിപ്പോൾ അതൊക്കെ എന്തിനാ അച്ഛാ പറയുന്നേ? ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. ഇപ്പോൾ അച്ഛൻ ആഗ്രഹിച്ചതുപോലൊരു ജീവിതമല്ലേ കിട്ടാൻ പോകുന്നേ. എൻ്റെ കാര്യം കളമോളെ, എനിക്ക് കിട്ടിയാൽ എന്ത്, കിട്ടിയില്ലെന്ത്. എൻ്റെ മോൻ നല്ലൊരു നിലയിലെത്തണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ജയിൽ പുള്ളി എന്ന് പറഞ്ഞ് അവനെ ആൾക്കാർ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മോളെ. അതുകൊണ്ട് അവനൊന്ന് രക്ഷപ്പെട്ട് കാണണം. അവനൊരു വലിയ കമ്പനിയുടെ ഉടമയായിട്ട് എനിക്ക് കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഏതായാലും ഇപ്പം അതിനൊരു വലിയ മാറ്റം ഉണ്ടായല്ലോ. ഇനി മാറും. നമ്മൾ ഈ നാട് പിടിച്ചടക്കും അച്ഛാ. നാളെ തലയെടുപ്പോടെ എല്ലാത്തിനും മുമ്പിൽ അച്ഛൻ്റെ മോനുണ്ടാവും. പിന്നെ കാർത്തികയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയാണ്, എൻ്റെ അനിയത്തി ഇവിടെയും പിന്നിൽ പോകല്ലേ ഭഗവാനെ. ഇവിടെ കല്യാണിയും മറ്റുള്ളവരും ഒക്കെ പെയിൻറ്റിങ് മത്സരം കഴിഞ്ഞ് ആവേശത്തോടെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ആരാണോ ജയിക്കുന്നത്, ആർക്കാണോ വിജയം എന്നുള്ള ആകാംക്ഷയിൽ അവർ നിൽക്കുകയാണ് അവിടെ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.